ആഹ് ഈ സ്ഥലം ഡാർവിനിലെ ലിച്ച്ഫീൽഡ് നാഷണൽ പാർക്ക് എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ടെർമൈറ്റ് മൗണ്ട്സ് ആണ്. നമ്മളെ നാട്ടിലെ ചെതലിന്റെ പുറ്റാണ് സംഭവം. ഈ പ്രദേശത്തെ വെള്ളവും പിന്നെ സോയിലും ഈ അതിന് പറ്റിയ ടെർമൈറ്റിന് യോജിച്ച ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ധാരാളം മൗണ്ട്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചിലത് 100 ഇയേഴ്സ് വരെ ഉണ്ടാവും എന്നാ പറയുന്നത്. ഇപ്പൊ ഇതിൽ കണ്ടതിൽ വളരെ പഴക്കമുള്ളത് ഞാൻ കാണുമ്പോൾ അത് തൊട്ടാൽ നല്ല കോൺക്രീറ്റ് പോലെയുണ്ട്. ആക്ച്വലി ഇത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയാണെന്നൊന്നും, ഈ ചെറിയ ഇൻസെക്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ചെറിയ സൈസ് 2 മീറ്ററോളം ഉള്ളതിന് മാഗ്നറ്റിക് ടെർമൈറ്റ് മൗണ്ട്സ് എന്ന് പറയാം. 4 മീറ്റേഴ്സ് പ്ലസ് ഉള്ളതിന് കാത്തഡ്രൽ മൗണ്ട്സ് എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇവര് ചെറിയ ഗ്രാസും പുല്ലും കൊണ്ടാണ് ഇത് ആദ്യം കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. പിന്നെ അതിന് മുകളിൽ കൊണ്ട് സോയിൽ പിടിപ്പിക്കും. ഈ ചെറിയ ഇൻസെക്ട്, ചെറിയ ചെതലിന് ഇത്രയും കഴിവുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. സോ സോ ടെറിഫിക്. പിന്നെ ഞാൻ ചെറുപ്പകാലങ്ങളിൽ 6th or 7th സ്റ്റാൻഡേർഡിലെങ്ങനെ ഒരു സയൻസ് ബുക്കിൽ, ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്കായിരുന്നു, അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ടെർമൈറ്റ്സിന്റെ കോളനീസിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അണ്ടർഗ്രൗണ്ട് വലിയ ടണലിങ് ചെയ്തിട്ട് അവന്മാര് ഭക്ഷണ സാധനങ്ങളും പിന്നെ അതിൽ സോൾജേഴ്സാണ് സെർവ് ചെയ്യുന്നത്, അവരാണ് അറ്റാക്ക് ചെയ്യുന്നതും അവരാണ് ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതും എന്നൊക്കെ. അവർ റാണീൻ്റെ ചുറ്റും റാണീനെ ശുശ്രൂഷിച്ചിട്ട് അതിന് ഫീഡ് കൊടുക്കലും ഇതൊക്കെയായിരുന്നു അന്ന് പഠിച്ചതിൻ്റെ ഒരു ഓർമ്മ. അതിപ്പോൾ ഇവിടെ കണ്ട് വിശ്വസിക്കാൻ തുടങ്ങി. ഇറ്റ് ഇസ് റിയലി വണ്ടർഫുൾ. ഇങ്ങനെ ഒരു സംഭവം നമ്മളിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ, അന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായത്. ഇന്ന് റിയൽ ലൈഫ് കളർഫുൾ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു റയർ ഫിനോമിനൻ ആണ്. ഇവിടെ ഈ നോർത്തേൺ ടെറിട്ടറിയിലെ ഈ സ്ഥലം പ്രത്യേകിച്ച് ഇത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ വളരെ ദൂരത്ത് നിന്ന് ഹയർ ചെയ്ത വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് പിക്നിക്കായിട്ടൊക്കെ വന്ന് ഇത് കാണുന്നുണ്ട്. ഇറ്റ്സ് എ ബിഗ് ക്രൗഡ് ഓൾസോ ഹിയർ. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് അധികം കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡാർവിൻ വിട്ട് കാതറിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ അടുത്ത ബ്ലോഗിൽ ഇടുന്നതായിരിക്കും. ഈ വീഡിയോയുടെ എൻഡിൽ വീണ്ടും ഒരു ഇത് കണ്ടു, വാട്ടർഫോൾ കണ്ടു. കുറച്ച് പേര് അവിടെ സ്വിം ചെയ്യുന്ന കണ്ടു. പിന്നെ ഞങ്ങളതിനെ പറ്റി മനസ്സിലാക്കിയത്